ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. തിരുമേനി AV കുഞ്ഞമ്പു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയവും റെഡ് ഫൈറ്റേഴ്സും ചേർന്ന് P ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു. MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. MV രാഘവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. VN ഗോപി, KK ജോയി, KC പ്രസൂൺ, സുബിൻ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് രാവിലെ മുതലേ കാറിൽ പോകുമ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരുന്നത് 20 വയസ്സ് മാത്രം പ്രായമുള്ള നവനീത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അമേരിക്കയിൽ ജനിച്ച അമേരിക്കയിൽ വളർന്നിട്ടുള്ള ഒരു മലയാളിയുടെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഫ്ലുവൻ്റായി അനർഹളമായി മലയാളം പറയാനാകും. പക്ഷേ മലയാളത്തിലെ പഴയ ഗാനങ്ങൾക്കെല്ലാം ചില പ്രത്യേകതകളുണ്ട്. അതിങ്ങനെ ഉണ്ടാകുന്ന പാട്ടല്ല, സാഹചര്യങ്ങളുടെ കൂടി ഉൽപ്പന്നമായിട്ട് വരുന്ന പാട്ടുകൾ. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു പാട്ടാണ് ഗുരുവായൂർ അമ്പലം നടന്നു ഒരു ദിവസം ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട്. ആ പാട്ട് വരുന്നത് യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം നിഷേധിച്ചത് വലിയ വിവാദമായിട്ടുള്ള ഒരു പശ്ചാത്തലം. വടക്കം പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയില്ല, ദേവരാജ മാഷ് സംഗീതം പകർന്ന് ഈ ഭാസ്കരനോ വയലാർ രചിച്ചിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് ഉണ്ടാകുന്നത് അതിനെ കവിക്കും മനസ്സിലും മതിച്ചിട്ടുള്ളൊരു കാര്യം, വയലാറിനെ മതിച്ചിട്ടുള്ള കാര്യം. യേശുദാസ് എന്ന് പറയുന്ന ഗായകനാണ് ഏറ്റവും മനോഹരമായി കൃഷ്ണനെ കുറിച്ചിട്ടുള്ള പാട്ട് പാടും. അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അതിലെ പ്രതിഷേധവും അതിലെ വികാരവും എല്ലാം പ്രകടിപ്പിച്ചിട്ടാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കതൊന്നും തോന്നില്ല. പക്ഷെ ആ പാട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള സാഹചര്യം അങ്ങനെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുള്ള പാട്ടുകൾക്കെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ചില സവിശേഷതകൾ. അത് വളരെ കർക്കശക്കാരനായിരുന്നു ദേവരാജ മാഷ് എന്ന് നമുക്കറിയാം. P ജയചന്ദ്രൻ തന്നെ അദ്ദേഹത്തിന് പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ ദേഷ്യപ്പെട്ടു, നീയത് പാടണ്ട എന്നത് പറഞ്ഞു. പക്ഷെ അവസാനം നീയാണ് പാടേണ്ടത് എന്ന് പറയും. ട്രാക്ക് പാടാൻ കൂട്ടിക്കൊണ്ടുപോയിട്ടൊരു പാട്ട് സിനിമയിൽ ട്രാക്ക് പാടാനാണ് കൊണ്ടുപോയത്. പാടാൻ വരുന്ന പ്രമുഖ ഗായകന് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രാക്ക് പാടുക. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പാടേണ്ടയാണ് പാടുക. ട്രാക്ക് പാടാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജയചന്ദ്രന് നിനക്ക് പാട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നിരുത്സാഹപ്പെടുത്തിയിരിക്കും. ഈ ട്രാക്ക് ഒരു 5-10 തവണ പാടിപ്പിച്ചു. സിനിമയിൽ അവസാനം പറഞ്ഞു, നിന്റെ ആ പാട്ട് തന്നെയാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത്. പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. ഒരാൾക്കു വേണ്ടി യേശുദാസനാഥ് വെച്ചിട്ടുള്ളൊരു പാട്ടാണ് ജയചന്ദ്രനെ കൊണ്ട് പാടിപ്പിക്കുന്നത്. അങ്ങനെ ഇവിടെ പ്രസൂൺ പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്. ഏറ്റവും വിഷമകരമായിട്ടുള്ള ഇരുന്നിട്ട് പാട്ട് പാടിയിട്ടുള്ളൊരു ഇത് കുറച്ച് ദിവസം മുമ്പ് കാണാനായിട്ട് വീണ്ടുമൊരു പുലവേള കൺചെന്നിയുണർന്നു പ്രസാദം നീട്ടി നിൽക്കുമ്പോഴും ഏതോ വിഷാദം വിരുമ്പി നെഞ്ചിലേതോ വിഷാദം വിരുമ്പി വിരൽ തൊട്ട മാത്രയിൽ മൺകുടം പൊന്മണിത്തമ്പുരുവായി ഉഷസന്ധ്യതൻ സംഗീതമായി ഉഷസന്ധ്യതൻ സംഗീതമായി. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. ഫേഷ്യലുകൾ, ഹെയർ സ്പാ,
ഹെയർ കളർ, ഹെയർ കട്ടിംഗ്, പപ്പായ ഫേഷ്യൽ, ഗോൾഡൻ ഫേഷ്യൽ, താരൻ ട്രീറ്റ്മെന്റ് തുടങ്ങിയ പുരുഷ സൗന്ദര്യത്തിന് മാറ്റേകുന്ന എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നു. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഗ്രീൻ താര ബോട്ടിക് ആൻഡ് ലേഡീസ് ടൈലറിംഗ്, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഫോൺ 9495043623. മാക്സ് ഒലിവർ ജെൻസ് ബ്യൂട്ടി പാർലർ, നിയർ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിംഗ്, ചെറുപുഴ.